Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. പേജ് നമ്പർ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് 38. ഓക്കെ, 38ാമത്തെ പേജ് നമ്പർ ഇട്ടാ. പേജ് നമ്പർ അല്ലേ 38, 38 പേജ് നമ്പർ ആണോ? അല്ല, ചാപ്റ്റർ ആണ് 38. പേജ് നമ്പർ 60 എത്ര കണ്ടാണ്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തേ. പേജ് നമ്പർ എത്ര? 69 അങ്ങനെ എന്തോ ആണ്. പേജ് നമ്പർ ഇല്ല. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 38 എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. നമുക്ക് എല്ലാവരും എടുത്താ തുടങ്ങാം. അപ്പൊ നമ്മുടെ എനിക്ക് ജനുവരി ഒരു സെക്കൻഡ് വീക്ക് വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവായിരിക്കും. അത് കഴിഞ്ഞ എക്സാം ആണ്. അപ്പൊ നമുക്ക് അതിനുള്ളിൽ നമ്മുടെ പോർഷൻസ് ഒക്കെ എടുത്ത് തീർക്കണം. ബാക്കി എല്ലാ ടീച്ചർമാരെ എങ്ങനെ തീർന്നൊക്കെ തുടങ്ങിയാ? തീരാനായ ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എടുക്കാം. കുറച്ച് മനസ്സിലാക്കാൻ പാടാണ്. മനസ്സിലാക്കാന്ന് വെച്ചാൽ ഒന്നുമില്ല ശരിക്കും. പക്ഷെ ഇത് പറഞ്ഞ് ഞാൻ നിങ്ങളത് മനസ്സിലാക്കിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാ പറഞ്ഞത്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊരു സ്ഥാപനം തുടങ്ങിയാലും, ഹോസ്പിറ്റൽ അല്ല വേറെ എന്ത് സ്ഥാപനങ്ങളും തുടങ്ങിയാലും അതില് ഈ പറഞ്ഞ എത്തിക്കലും ലീഗൽ ഇഷ്യൂസും ഉണ്ടാവും. എന്നുവെച്ചാൽ ആ ഒരു ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ചാ പറയണത്. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റലില് ആ ഹോസ്പിറ്റലിന്റെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ ഹോസ്പിറ്റലിന്റെ കീഴില് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇല്ലേ? ഇപ്പൊ ഇന്ന സ്ഥലം ഇന്നത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടാവും പുക വലിക്കാൻ പാടില്ല. ഹോസ്പിറ്റലൊക്കെ പ്രത്യേകിച്ച് എവിടെ നോക്കിയാലും എഴുതി വെച്ചിട്ടുണ്ടാവും, ഇല്ലേ? നമ്മളത് ആ ഹോസ്പിറ്റലിന്റെ റൂൾസ് ആണ്, അല്ലെ? അത് എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയണത്. അവിടെ പുക വലിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല. അപ്പൊ അവിടെ അങ്ങനെയുള്ള ആ റൂൾസ് അത് ധിക്കരിച്ചുകൊണ്ട് നമുക്ക് അവിടെ അത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഹോസ്പിറ്റലിനായാലും വേറെ ഏത് ഓർഗനൈസേഷൻ ആയാലും അതിനൊക്കെ അതിൻ്റെതായ റൂൾസ് ഉണ്ട്, ഇല്ലേ? അപ്പൊ അതിനൊക്കെ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ അത് തെറ്റിക്കും ആള്. പിന്നെ ഹോസ്പിറ്റലായ ഡോക്ടേഴ്സിനായാലും അവിടുത്തെ മാനേജ്മെന്റിനായാലും നമുക്കൊരു മാനുഷിക പരിഗണന, ഇല്ലേ? ഈ എത്തിക്സിൽ നിന്നുകൊണ്ട് തന്നെ, ഈ ഒരു ലീഗൽ ഇഷ്യൂസിൽ നിന്നുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെ ആ ഒരു മാനുഷിക പരിഗണനയിലോട്ട് എടുക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നല്ല ഉച്ച സമയമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവർക്കും ഉറങ്ങാനായിട്ട് ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും, ഇല്ലേ? ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഇല്ല എല്ലാവർക്കും? ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഉറക്കത്തിന്റെ ആ ഒരു ഇതിലൊക്കെ വരുന്നത് കൊണ്ട് ഈ ഒരു ടോപ്പിക് പാഠം എന്ന് പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, പക്ഷെ തുടങ്ങി കിട്ടാൻ ഒരു പാടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ അത് ഒരുപാട് എഫേർട്ട് എടുത്തതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എന്താണ് എത്തിക്കൽ ആസ്പെക്ട്സ്? എത്തിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നതാണ് എന്താ? നമ്മുടെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് വെച്ചാൽ എന്താ? ധാർമ്മികതയും പിന്നെ അതിന്റെ ധാർമ്മികത എന്ന് പറയുന്നത് നിയമപരമായ പ്രശ്നങ്ങൾ. ധാർമ്മികത എന്ന് പറയുന്നതാണ് ഈ ഒരു മാനുഷിക പരിഗണന എന്ന് വെച്ചാൽ സത്യസന്ധമായത്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പരിഗണന. എത്തിക്കൽ ലീഗലായിട്ട് അതിനൊരുപാട് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയുന്നത്
എ കോഡ് ഓഫ് ബിഹേവിയർ. കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നതാണ് ഈ ഒരു എത്തിക്സ്. ആ കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ? ആ ഒരു ചട്ടം, ബിഹേവിയർ ചെയ്യണം, നമ്മൾ പെരുമാറുന്ന ആ ഒരു ചട്ടക്കൂട്, ആ ഒരു ചട്ടം, അതാണ് എത്തിക്സ്. ആ ഒരു ചട്ടക്കൂടില് സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ so that its members do not bring disgrace to the profession. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു എത്തിക്സ് എന്താണ് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോണേ എത്തിക്കൽ ആസ്പെക്ട്സ് എന്താണെന്നാണ് പഠിക്കുന്നത്. ഈ എത്തിക്സ് എന്നത് ഒരു പെരുമാറ്റച്ചട്ടമാണ്, കോഡ് ഓഫ് ബിഹേവിയർ ആണ്. ഓക്കെ, അതില് ഈ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നവര് ഒരുപാട് പേര് ഹോസ്പിറ്റലില് ഉണ്ടാവും. അതിലെ മെമ്പേഴ്സ് ഉണ്ടാവും, മെഡിക്കൽ പ്രൊഫഷൻ ഉണ്ടാവും, ഇല്ലേ? ഹോസ്പിറ്റൽ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് വെച്ചാൽ എന്താ? ഡോക്ടേഴ്സ്, അവരൊരു ജോലി എടുത്ത് അവരൊരു പ്രൊഫഷനാണ്. നഴ്സുമാര്, ലാബ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യന്മാര്, ഇവരൊക്കെ ഒരു മെഡിക്കൽ പ്രൊഫഷൻസ് ആണ്. ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ. പ്രാക്ടീസ്, മെഡിക്കൽ പ്രാക്ടീസ് നിയന്ത്രിക്കാനായിട്ട്, അവിടെ ഹോസ്പിറ്റലില് മെഡിക്കൽ പ്രാക്ടീസ് നിയന്ത്രിക്കാനും അതിലെ അംഗങ്ങൾക്ക് എന്താ? ഡു നോട്ട് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ. അവിടുത്തെ അംഗങ്ങൾക്ക് ഒരു തരത്തിലും ഡിസ്ഗ്രേസ്, ചീത്ത പേര് കിട്ടാതിരിക്കാൻ. അവരുടെ ഡിസ്ഗ്രേസ് എന്ന് വെച്ചാല് അപമാനം അല്ലെങ്കിൽ ചീത്തപ്പേര് ടു ദ പ്രൊഫഷൻ. അവരുടെ പ്രൊഫഷനില്, അവരുടെ തൊഴിലില് അവരെന്താണോ ചെയ്യുന്നത് അതിന് ഒരു ചീത്തപ്പേര് കിട്ടാത്ത രീതിയിൽ ഉള്ള ഒരു ചട്ടക്കൂടാണ്, കോഡ് ഓഫ് ബിഹേവിയർ ആണ് ഈ എത്തിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, 3 ഡെഫിനിഷൻ അതിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ കോഡ് ഓഫ് ബിഹേവിയർ, ഫസ്റ്റ് വൺ എന്താ? എത്തിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് അതൊരു കോഡ് ഓഫ് ബിഹേവിയർ ആണ്, അതൊരു പെരുമാറ്റ ചട്ടക്കൂടാണ്. എങ്ങനെ പെരുമാറ്റ ചട്ടക്കൂടാണെന്നാ പറയണേ? മെഡിക്കൽ പ്രൊഫഷൻസ് ആയാലും മെഡിക്കൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൺട്രോളിന്റെ രീതിയിലായാലും അവിടുത്തെ മെമ്പേഴ്സിനൊക്കെ ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ, ഡു നോട്ട് ബ്രിങ്, ഒരു തരത്തിലും ചീത്തപ്പേര് കേൾക്കാത്ത വിധത്തിലുള്ള ആ ഒരു പെരുമാറ്റ ചട്ടക്കൂടിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അറ്റ് ഇറ്റ്സ് സിംപിളസ്റ്റ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. എന്താ എത്തിക്സ്? സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. ലളിതമായിട്ട് പറഞ്ഞാൽ പറയൂ, ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണ് ഈ എത്തിക്സ്. മോറൽ, സത്യസന്ധമായ തത്വങ്ങള്, എല്ലാ സത്യസന്ധമായ തത്വത്തിന്റെ ഒരു സിസ്റ്റമാണ് ഈ എത്തിക്സ്. ഓക്കെ, അപ്പൊ 2 പോയിന്റ് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞു അതൊരു കോഡ് ഓഫ് ബിഹേവിയർ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് പറയണ് ദിസ് സിസ്റ്റം മോറൽ പ്രിൻസിപ്പിൾ ആണെന്ന്. എന്താണ്? മോറൽ പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞു. Ethics is concerned with what is good for individuals and society and is also described as moral philosophy. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞു ഇത് ഒരു എന്താ? എത്തിക്സ് മോറൽ പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണ് നമ്മൾ മോറൽ പ്രിൻസിപ്പിൾ ആണെന്ന് പറയാൻ കാരണം? അതിൽ കൺസേൺ ചെയ്തിരിക്കുന്ന ഒരു ഗുഡ്, ഏറ്റവും നല്ല ഇൻഡിവിജ്വൽസും സൊസൈറ്റിയും, നമ്മുടെ ചുറ്റുപാടില്, നമ്മുടെ ആരാളെ വ്യക്തികള്, ഇൻഡിവിജ്വൽ ഉണ്ട് ചുറ്റുപാടിൽ. ആരൊക്കെ ഉണ്ട്? ഈ ഇൻഡിവിജ്വലിനും നമ്മുടെ സൊസൈറ്റി, ആ ഒരു സമൂഹത്തിനും നല്ലതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ധാർമ്മിക തത്വശാസ്ത്രമാണ് ഏത്? ഈ എത്തിക്സ്. അത് ഒരു ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവോ, അതിലേത് തരത്തിലുള്ള എന്തും ആവാം. ഓക്കെ, അതെന്ത് വേണമെങ്കിലും ആവാം. നെക്സ്റ്റ് എന്താ നോക്കാം. എത്തിക്സ് ഈസ് കൺസേൺഡിന്റെ കഴിഞ്ഞു. നെക്സ്റ്റ് കോഡ് ഓഫ് എത്തിക്സ്. ഇതും എത്തിക്സ് തന്നെയാണ്. ഫസ്റ്റ് കോഡ് ഓഫ് ബിഹേവിയർ, പെരുമാറ്റത്തിന്റെ ഒരു ചട്ടക്കൂട്. നെക്സ്റ്റ് പറഞ്ഞത് സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താ പറയണവര്? കോഡ് ഓഫ് എത്തിക്സ് ഈസ് എ വൈഡ്. ഈ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയണത് വിശാലമാണ്, വൈഡാണ്, വിശാലമാണ്. അവിടെ എന്തൊക്കെയുണ്ട്? വിച്ച് ഗീവ്സ് എംപ്ലോയീസ്. അവിടെ എന്തൊക്കെയുണ്ട്? വിച്ച് ഗീവ്സ്
എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ തന്നെ മെമ്പേഴ്സ് ഉണ്ട്. ജനറൽ ഐഡിയ. പിന്നെന്താ, വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻ ആർ ഡിസൈറബിൾ ആൻഡ് എൻകറേജ്ഡ് ആസ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിലോ ഒരു ഓർഗനൈസേഷനിലോ ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിൽ പെരുമാറാനും അതിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും കുറിച്ച് ഉള്ള ആ ഒരു ഐഡിയ, പൊതു ആശയം, ആ ഒരു പൊതുവായ ഐഡിയ അവിടെ ഉള്ള ജീവനക്കാർക്കോ എംപ്ലോയീസിനോ അവിടുത്തെ മെമ്പേഴ്സിനോ അതിലൊരു ഐക്യത്തോടു കൂടി ധാർമ്മിക കോഡ് പോലെ, ഒരു ബിഹേവിയർ കോഡ് പോലെ കോഡ് ഓഫ് ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ കോഡ് ഓഫ് എത്തിക്സില് വിശാലമാണ്. എങ്ങനെ വിശാലമാണ്? എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ, ബിസിനസ്സോ ഓർഗനൈസേഷനിലോ, ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലോ ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അത് പെരുമാറാനും അത് പ്രോത്സാഹിപ്പിക്കാനും പൊതുവായ അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, ഒരു ആശയം ഉണ്ടായിരിക്കണം. വേണ്ടേ? അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഒരാശയവും ആർക്കുണ്ടായിരിക്കണം? അവിടുത്തെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിനോ. എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ജനറൽ ഐഡിയ. എംപ്ലോയീസിനോ അല്ലെങ്കിൽ അവിടുത്തെ ജനറൽ മെമ്പേഴ്സിനോ അവർക്ക് എന്ത് വേണം? ഒരു പൊതുവായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ആ ഐഡിയയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ ഐഡിയനെ നമ്മൾ എന്താ പറയണേ? എത്തിക്സ് എന്ന് പറയും, ധാർമ്മികത എന്ന് പറയും. ഓക്കെ, എ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങള് എങ്ങനെയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പർട്ടിക്കുലർ ആയ ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടുത്തെ അംഗങ്ങള് അവിടുത്തെ ജീവനക്കാര് എങ്ങനെ പ്രവർത്തിക്കണം? എ കോഡ് ഓഫ് കണ്ടക്ട്, ഇതെങ്ങനെ കണ്ടക്ട് ചെയ്യണം അതിനെ മെൻഷൻ ചെയ്തിരിക്കൂ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, ഒരു സാഹചര്യം വന്നാൽ അവിടുത്തെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാര് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ പരാമർശിച്ചിരിക്കുന്നു ഈ കോഡ് ഓഫ് എത്തിക്സ്. ഓക്കെ, മനസ്സിലായ? ഈ പാരാഗ്രാഫിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട് കോഡ് ഓഫ് ബിഹേവിയർ എന്താ അത് ഓർക്കാം. പിന്നെ പറയണത് കോഡ് ഓഫ് സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. കോഡല്ല, 3 ഡെഫിനിഷൻ ഇതിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ അതൊരു ചട്ടക്കൂടാണ്, പെരുമാറണ ചട്ടക്കൂട് എത്തിക്സ്. പിന്നെ പറയണതാണ് മോറൽ പ്രിൻസിപ്പിൾ, തത്വങ്ങളുടെ ഒരു പ്രിൻസിപ്പിൾ ആണ്, തത്വങ്ങളുടെ ഒരു മോറലാണ്. പിന്നെ പറയണതാണ് കോഡ് ഓഫ് കോണ്ടക്ട് മെൻഷൻ ചെയ്യുന്നത് അവിടുത്തെ മെമ്പേഴ്സിനെ ഒരു പ്രത്യേക സാഹചര്യത്തില് എന്തൊരു അവസ്ഥ വന്നാലും അവിടുത്തെ മെമ്പേഴ്സിന്റെയും അവിടുത്തെ ജോലിക്കാർക്കൊക്കെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം, മെൻഷൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എടുക്കാം. ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ആ ടീച്ചർ എടുക്കണതിന് ഇത്തിരി സ്പീഡ് കൂടുതലുണ്ട്, പറയണത് മനസ്സിലാകുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഓക്കെ, ഞാൻ എടുക്കണത് സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ അതനുസരിച്ച് സ്ലോവില് പോകും. സ്ലോവില് പോയാൽ നമ്മുടെ പോർഷൻസ് തീരില്ല, പക്ഷെ കുറച്ച് കംപ്ലൈന്റ്സ് ഒക്കെ എനിക്ക് കുറഞ്ഞു കിട്ടും. ഞാൻ എടുക്കണത് കുറെ കംപ്ലൈന്റ് എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പറയാം. കാരണം നിങ്ങൾ ക്യാഷ് കൊടുത്ത് പഠിക്കലാണ്. നിങ്ങൾക്ക് ആ പഠിക്കേണ്ട കാര്യം കറക്റ്റ് കിട്ടണം, അതിനായിരിക്കണം ഇമ്പോർട്ടന്റ്. അത് ആരായാലും വേണ്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ അത് പറഞ്ഞേക്കാം. ഓക്കെ, ഞാനായാലും വേറെ ആരായാലും നിങ്ങളുടെ ഇത് ചെയ്യണം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഉച്ച നേരത്ത്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞതാണ് പൊതുവെ, അല്ലാണ്ട് നിങ്ങളല്ല ഞാൻ പറഞ്ഞത് കേട്ടാ. പൊതുവെ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞെന്നല്ല. ഓക്കെ,
അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഇമ്പോർട്ടന്റ് ആയ ഈ 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. മോറൽ പ്രിൻസിപ്പിൾസ്, സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ, ഇമ്പോർട്ടന്റ് 3 പോയിന്റ് അല്ലേ? ഓക്കെ, ആ 3 പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി, അത്രേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നുമില്ല. കോഡ് ഓഫ് ബിഹേവിയർ എന്താന്ന് ചോദിക്കും, അത് തന്നെയാണ് എത്തിക്സ്. പിന്നെന്താ, പിന്നെ ഒന്നല്ലെങ്കിൽ സിസ്റ്റം ഓഫ് എത്തിക്സ് എന്താന്ന് ചോദിക്കുമ്പോ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്, എല്ലാ തത്വങ്ങളും ചേർന്ന ഒരു സിസ്റ്റം. മോറൽ പ്രിൻസിപ്പിൾസിന്റെ ഒരു തത്വമാണ് എത്തിക്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് ഇമ്പോർട്ടന്റ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും അത് ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് എത്തിക്സിന് എന്താ പറയാ, സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്, അത്രയും ഉള്ളൂ. പിന്നെ കാര്യങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഒരു കമ്പനി തുടങ്ങിയാലും ഒരു സ്ഥാപനം എന്തായാലും അതിന് ഒരുപാട് എത്തിക്സിൽ ഉണ്ടാവും, ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവും. നമ്മളിപ്പോ അതില് എത്തിക്കൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് എന്താ, ലീഗൽ ആസ്പെക്ട്സ്. നെക്സ്റ്റ് നിയമവശങ്ങൾ. നമ്മൾ പറഞ്ഞു ലീഗലിനെ കുറിച്ച് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു, എത്തിക്സ് എന്താന്ന് പഠിച്ചു. ഇനി അതിന്റെ വശങ്ങൾ എന്താന്ന് നോക്കാം, ലീഗൽ ആസ്പെക്ട്സ് എന്താന്ന് നോക്കാം. എന്താ ഫസ്റ്റ് വൺ പറയണത്, ലോ മീൻസ് 3 നിയമങ്ങൾ പറയേണ്ടതില് 3 ലോകൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ 3 നിയമത്തില് നമുക്ക് നോക്കാം. അത് പഠിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. 3 നിയമത്തിൽ ഏതെങ്കിലും നിങ്ങളോട് MCQ ക്വസ്റ്റ്യൻസ് ആയിട്ടാ ചോദിക്കുള്ളൂ, 1 വേർഡ് ആയിട്ട് എല്ലാം വരുള്ളൂ. അതുകൊണ്ട് ലീഗൽ ആസ്പെക്ട്സിന്റെ 3 പോയിന്റ് എടുത്ത് എഴുതാന്ന് പറഞ്ഞു 3 എഴുതേണ്ട കാര്യമില്ല. അതിന് എന്തെങ്കിലും അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ടാ ബ്ലാങ്ക് ഇട്ട് എന്തെങ്കിലും ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ലീഗൽ ആസ്പെക്ട്സ്, നിയമവശങ്ങൾ നോക്കാം. ഒന്നാമത്തെ ലോ പറയണത്, ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. എന്താ പറയണേ, അതില് പറയണത് നിയമം എന്നത് മനുഷ്യ പ്രവർത്തനങ്ങളെ നയിക്കാനുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടം എന്നാണ്. ഒന്നുകൂടി പറയാ, ഒന്നാമത്തെ പോയിന്റില് ലോ എന്ന് പറയണത് ഹ്യൂമൻ ആക്ഷൻ എന്ന് വെച്ചാ നമ്മുടെ മനുഷ്യ പ്രവർത്തനങ്ങള്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ലീഡ് ചെയ്യാൻ, ലീഡ് എന്ന് വെച്ചാ നയിക്കുക. ഇത് നയിക്കാനുള്ള ഒരു നിയമത്തുണ്ട് അല്ലെ. മനുഷ്യൻ എന്ത് പ്രവർത്തനം ചെയ്താലും അതിനെ നയിക്കാനുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടം, ഒരു സെറ്റ്. ആ ഒരു കൂട്ടത്തെ പറയുന്ന പേരാണ് ലോ എന്ന്. ഫസ്റ്റ് അങ്ങനെയാണ് ലീഗൽ ആസ്പെക്ട്സിലെ ഫസ്റ്റ് ലോ പറയണത്. രണ്ടാമത്തെ ലോ എന്താ പറയണേ, ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. എന്താ രണ്ടാമത് നിയമം എന്ന് പറയണത്, ഒരു സംസ്ഥാനത്തിന്റെ, ആ ഒരു സ്റ്റേറ്റിന്റെ അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനത്തെയാണ്, ഒരു സംവിധാനമാണ്. ആ ഒരു സ്റ്റേറ്റിന്റെ, ആ ഒരു നമ്മുടെ സ്റ്റേറ്റ്, അതിന്റെ ആ നിയമം എന്നത് ആ ഒരു സംസ്ഥാനം അല്ലെ. ഇപ്പൊ കേരളത്തിൽ ഒരു നിയമമാണെങ്കിൽ ആ ഒരു കേരളം ഒട്ടാകെ, അല്ലാതെ എനിക്കൊരു നിയമം നിങ്ങൾക്കൊരു നിയമം അങ്ങനെയാണോ? അല്ല, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ, നമ്മൾ കേരളത്തിലായതുകൊണ്ട് ഈ കേരളത്തിന്റെ നിയമം എന്നത് ഈ ഒരു സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ, ഒരുപാട് റൈറ്റ്സ് ഉണ്ട് നമുക്ക് ഇല്ലേ, ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ ഒരു അവകാശത്തിന്റെയും കടമ, ഒബ്ലിഗേഷൻ. എന്താ ഒബ്ലിഗേഷൻ? എന്താ നമ്മുടെ കടമ, ബാധ്യത അല്ലെ. ആ ഒരു ബാധ്യതയുടെയും ഒരു സംവിധാനമാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയണത്. മൂന്നാമത് എന്താ പറയണേ, ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എന്താ പറഞ്ഞേ, ഒരു ഭരണകൂടം നീതിയുടെ എല്ലാ തത്വങ്ങളും യോജിപ്പിച്ചിട്ടുള്ള ഒരു നിയമമാണ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എന്ന് വെച്ചാല് നമ്മുടെ ആ ഒരു ഭരണകൂടം, നമ്മുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്
നീതിന്യായ ഭരണാധികാരി, അതാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞത്. നീതിന്യായ ഭരണാധികാരിയെയും അംഗീകരിച്ച തത്വങ്ങളുടെ ഒരു കൂട്ടമാണ്, ഒരു സംയോജിച്ചുള്ള ആ ഒരു കൂട്ടം. അത് നമ്മുടെ കേരളത്തിലില്ലേ? നമ്മൾ ഒറ്റക്കല്ല അല്ലെ? നമുക്ക് ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും അതിന് ശിക്ഷയുണ്ട്, ശിക്ഷയില്ലേ? അതിനെ ശിക്ഷിക്കാനായിട്ട് കോടതിയുണ്ട്, പോലീസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തും കാണിച്ചു കൂട്ടാൻ പറ്റില്ല, എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയണേ, ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ്. അതിന്റെ ആ ഒരു തത്വങ്ങൾ റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഭരണകൂടം നീതിന്യായ ഭരണാധികാരിയെയും അംഗീകരിച്ചു. ആ അംഗീകാരങ്ങൾക്ക് അതിനുള്ള ആ ഒരു തത്വങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് മൂന്നാമത് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഭരണകൂടവും നീതിയുടെ ആ ഒരു അംഗീകരിച്ച നീതിന്യായങ്ങള്. അവിടെ എന്ത് നീതി നടക്കൂ? സത്യമേ ജയിക്കൂ അല്ലെ? കോടതിയിൽ എന്ത് കേസ് പോയാലും അവിടെ സത്യം ജയിക്കുള്ളൂ. അതിനൊരു നീതിയുണ്ട് ഇല്ലേ? ഈ നീതി ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തില് അനീതികൾ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഭരണകൂടം നീതി, ഭരണകൂടത്തിന്റെ ആരുടെ കൂടെ നിൽക്കണം? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എന്ന് വെച്ചാൽ എന്താ? ഭരണകൂടവും നീതിയുടെ അംഗീകരിച്ച ഈ ഭരണകൂടം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്. ഓക്കെ, ഭരണകൂടം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഈ സ്റ്റേറ്റ് കേരളത്തിൽ നമ്മളെ ഭരിക്കുന്നത് ആരാ? നമ്മുടെ ഗവൺമെന്റ് അല്ലെ? ഈ ഒരു ഭരണകൂടം എന്താ? ജസ്റ്റിസ് ആണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് വെച്ചാൽ നീതിന്യായ ഭരണാധികാരികൾ. ഈ ഒരു ഭരണകൂടവും നീതിന്യായ ഭരണാധികാരികളും അംഗീകരിച്ച ഒരുപാട് തത്വങ്ങളുണ്ട്, ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഇല്ലേ? അതെല്ലാം കൂടി സംയോജിപ്പിച്ച് വെച്ച ഒരു നിയമമാണ്. അതാണ് മൂന്നാമത് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒരു സെന്റൻസ് പോലെ പറയും. ഓക്കെ, ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് തത്വങ്ങൾ. നമ്മുടെ ഈ ലോ ഈസ് ദ ബോഡി, അതിന്റെ ബോഡി, നിയമങ്ങളുടെ മെയിൻ ബോഡി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആണ്, ഒരുപാട് തത്വങ്ങളാണ്. ആ തത്വങ്ങളിൽ എന്താണ് ഉൾപ്പെട്ടേക്കണേ? ബൈ ദ സ്റ്റേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. സ്റ്റേറ്റിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ, ഭരണകൂടത്തിന്റെ, അതാണ് സ്റ്റേറ്റ് എന്ന് അവിടെ പറയണത്. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറയണത് നീതിന്യായ ഭരണാധികാരികൾ. നീതിന്യായം ഭരണാധികാരികൾ എന്ന് പറയണത് കോടതിയില് അല്ലെ? നമ്മുടെ നീതിന്യായ ഭരണാധികാരികളുടെ ഹെഡായ കോടതിയിലല്ലേ? ആ നീതിന്യായ ഭരണാധികാരികളും നമ്മുടെ ഭരണകൂടങ്ങളും കൂട്ടിവെച്ച ആ ഒരു പ്രിൻസിപ്പിൾസ് ആണ്, അതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. ഓക്കെ ആണോ ജംഷീന? അത് കിട്ടി എഴുതി വെക്കാൻ? കിട്ടിയില്ല? ഇനി എവിടെയാണ് കിട്ടാത്തെ? എന്താ കിട്ടാത്തെ? ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾ. ലോ ഈസ് ദ ബോഡി എന്ന് പറയുന്നത് ആ ഒരു ബോഡിയുടെ, ലോ എന്ന് പറയണതിന്റെ ആ ഒരു ഘടകം, അതിന്റെ ഒരു ഘടന, അതെന്താ? തത്വങ്ങളാണ്, പ്രിൻസിപ്പിൾസ് ആണ്. അത്രയും കിട്ടിയ? ലോ ഈസ് ദ ബോഡി എന്ന് പറയണത് ഒരു പ്രിൻസിപ്പിൾസ് ആണ്. അത്രയും കിട്ടിയ? ജംഷീനക്ക് കിട്ടി അത്രയും? അത് മനസ്സിലായി? ആ ഒരു ഘടനയില് എന്തെല്ലാം ഉൾപ്പെടും? സ്റ്റേറ്റും പെടും, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസും പെടും. സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടം, അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റിസ് എന്ന് പറയുന്നത് നീതിന്യായ ഭരണാധികാരികൾ. ഇവര് തമ്മിൽ കൂടിയിട്ടുള്ള കുറെ തത്വങ്ങളുണ്ട്, കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതൊക്കെ കൂടി റെക്കഗ്നൈസ്, യോജിച്ച് വെക്കണതാണ്. മനസ്സിലായ? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ലീഗൽ ആസ്പെക്ട്സിന്റെ ഒന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്താ? നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമൻ ആക്ഷനെ ലീഡ് ചെയ്യാൻ, നയിക്കാനുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടം,
അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താ? നിയമം എന്നത്, നമ്മുടെ നിയമം എന്നത് സംസ്ഥാനത്തിന്റെ, നമ്മൾ ഏത് സംസ്ഥാനത്തിലാണോ താമസിക്കുന്നത് ആ ഒരു സംസ്ഥാനത്തിന്റെ അവകാശങ്ങളുടെയും കടമകളുടെയും സംവിധാനമാണ്. അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ലോ. മൂന്നാമത്തെ ലോ എന്ന് പറയുന്നതാണ്, എന്താ മൂന്നാമത്തെ ലോ എന്ന് പറയണത്? അതൊരു ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. ഒരുപാട് ഘടനയുള്ള ആ ഒരു തത്വങ്ങള്, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്റ്റേറ്റും ഭരണകൂടം, ആ ഭരണകൂടവും പിന്നെ നീതിന്യായ ഭരണാധികാരികളൊക്കെ കൂടിയുള്ള ആ ഒരു കൂട്ടം തത്വങ്ങൾ, ആ ഒരു കൂട്ടം ബോഡി എന്ന് വെച്ചാൽ അതിന്റെ മൊത്തം തത്വങ്ങൾ, അത് യോജിച്ചിരിക്കുന്നതാണ് മൂന്നാമത്തെ. അത് യോജിച്ചിരിക്കുന്ന നിയമം ഒക്കെ കൂടി കൂട്ടി വന്നിട്ടുള്ള ആ കൂട്ടി വന്ന നിയമത്തെയാണ് മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടിയ? ഇനി ഇതിലാർക്കെങ്കിലും കിട്ടാത്തതുണ്ടാ? ജംഷീന കിട്ടിയ? ഓക്കെ. നെക്സ്റ്റ് എന്താ? അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ്, കോർട്ട് ഓർ പോലീസ് may impose this system of rules and punish people who violate the laws, such as by paying a fine or other penalty, including jail. നമ്മൾ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന് ഒരു നീതിന്യായ ഭരണകൂടമുണ്ട്. നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനൊന്നും പറ്റില്ല. എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും നമ്മുടെ നീതിന്യായ ഭരണകൂടം വരും. അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് അവരോട് പറയാതെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾക്ക് എന്ത് വരും? ശിക്ഷ വരും. അതാണ് അതിൽ പറയണത്. എന്താ? കോർട്ട് ഓർ പോലീസ്, നമുക്ക് കോടതിക്കോ പോലീസിനോ, കോടതിക്കോ പോലീസിനോ may impose the system of rules and punish people. നമ്മൾക്ക് പോലീസിനോ കോടതിക്കോ നമ്മളുടെ ഇതില് നമ്മൾ എന്തെങ്കിലും നിയമങ്ങൾ ലംഘിച്ചാൽ നമ്മളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട്. നമ്മളെ ശിക്ഷിക്കാനുള്ള അവകാശം ആർക്കുള്ള? കോടതിക്ക് അല്ലെങ്കിൽ പോലീസിന്. പണിഷ് പീപ്പിൾ ഹു വയലേറ്റ് ദ ലോസ്. അല്ലേ? നമ്മൾ എന്തെങ്കിലും ശിക്ഷ ചെയ്താൽ നമുക്ക് ശിക്ഷിട്ടില്ല. നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മളെ ശിക്ഷിക്കാനുള്ള അവകാശം അവർക്കില്ലേ? അതാണ് കോടതിക്കോ പോലീസിനോ ഈ പറഞ്ഞ കാര്യങ്ങള്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതില് നമ്മൾ എന്തെങ്കിലും ചെയ്താല് അവർക്ക് അതിലേർപ്പെടുകയോ ഈ മൂന്ന് നിയമങ്ങളിൽ നമ്മളെ ഉൾപ്പെട്ട്, നമ്മൾ അവർ പറയണതൊന്നും ചെയ്തില്ല, അതിൽ ഉൾപ്പെട്ടുകളോ ചെയ്താൽ, നമ്മള് അതിനെ ലംഘിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ ശിക്ഷിക്കും. കോടതി പോലീസും നമ്മളെ ശിക്ഷിക്കും. അതിലെന്തായിരിക്കും ശിക്ഷ? സച്ച് ആസ് paying a fine. ചിലപ്പോ ഫൈൻ കെട്ടാനായിരിക്കും. ഒരു 50,000 രൂപ കെട്ടിയാ നിന്നെ കേസിൽ നിന്ന് വിടാം. ചിലപ്പോ 1,00,000 രൂപ കെട്ടിയാ വിടാം. അങ്ങനെ എന്തെങ്കിലും ഫൈൻ ചെയ്യും. അല്ലെങ്കിൽ അതർ പെനാലിറ്റി, അല്ലെങ്കിൽ എന്തായിരിക്കും? എന്തെങ്കിലും പിഴ ചെയ്താൽ മതി, പിഴ കൊടുക്കാൻ പറയൂ. അതും വല്ല ക്യാഷ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ജയിൽ. നമ്മൾ ഈ കാശൊന്നും കൊടുത്തില്ല, ഇപ്പൊ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പോലും നമുക്കിവിടെ എങ്ങനെയുണ്ട്? കൊന്നാ പോലും അവർക്ക് വീട്ടിലോട്ട് വരാം, അല്ലെ? അങ്ങനെ ലക്ഷക്കണക്കിന് ക്യാഷ് അവർ കോടതിയിൽ കെട്ടിവെക്കും. അതാ കൊലപാതകം ചെയ്ത വീട്ടുകാർക്ക് ആ കാശ് കിട്ടും, കേസ് ക്ലോസ് ചെയ്യും, ഇല്ലേ? അങ്ങനെ കാശിന്റെ പുറത്ത് എഴുതിപ്പോറ ഒരുപാട് ക്രിമിനൽസ് അങ്ങനെ വിലസറുണ്ട് നമ്മുടെ നാട്ടില്, ഇല്ലേ? അപ്പൊ അവർക്ക് ക്യാഷ് കൊടുക്കാം, ഫൈനായിട്ട് പെനാലിറ്റി ചെയ്യാം, പിഴ എടുക്കാം. എന്നിട്ടും അവരുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് എത്ര വർഷമാണോ കോടതി പറയണേ അത്രയും വർഷം ജയിലിൽ കിടക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായ? ആ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് മനസ്സിലായ?
ജംഷീദാക്ക് മനസ്സിലായ ലാസ്റ്റ് പറഞ്ഞത്? കോടതിക്കോ പോലീസിനോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, നമ്മളെ അവരുടെ റൂൾസിന് എതിരായിട്ട് ചെയ്താൽ നമ്മളെ പനിഷ്മെന്റ് ചെയ്യാൻ അവകാശമുണ്ട്. ആ പനിഷ്മെന്റ് ആണ് ഒന്നല്ലെങ്കിൽ ഫൈനായിട്ട്, അല്ലെങ്കിൽ പെനാലിറ്റി, അല്ലെങ്കിൽ ജയിലും പെടാം. ആ കാര്യമാണ് അതിൽ പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി നെക്സ്റ്റ് എടുക്കട്ടെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കട്ടെ. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താ നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് obliged to have a clear understanding of ethical and legal responsibilities. അത്രയും പറയാം. എന്താ നമ്മൾ പറഞ്ഞു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് നിയമപരമായിട്ട് ഈസ് obliged to have clear understanding. എല്ലാത്തിനെയും കുറിച്ച് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഒരു ക്ലിയർ ആയ പിക്ചർ, ക്ലിയർ എല്ലാം മനസ്സിലാവണം. ഈ ധാർമ്മികത എന്ന് പറയുന്നതാണ് എത്തിക്സ്. ഈ എത്തിക്സ് എന്ന് പറയുന്നതിന്റെ കറക്റ്റ്, ധാർമ്മികത എന്ന് പറയുന്നതിന്റെ കറക്റ്റ് മീനിങ് എന്താ? നമ്മുടെ ആ ഒരു മാനുഷിക പരിഗണന പോലെ, ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ട്രസ്റ്റ്. ഓക്കെ, അതാണ് ഇവിടെ ധാർമ്മികത എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ധാർമ്മികത ഇവിടെ നിയമപരമായ അതിന്റെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങിന്, എത്തിക്കലിനെ കുറിച്ചും അതിന്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റി, അത് ഉത്തരവാദിത്തത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ആർക്കുണ്ടായിരിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ച്? എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്. ഈ ധാർമ്മികതയെ കുറിച്ചും ലീഗൽ പ്രൊസീജിയറെ കുറിച്ചൊക്കെ ഒരു ഉത്തരവാദിത്തം, അതിന്റെ ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ച് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫുൾ ഡീലിംഗ് ആരായിരിക്കും? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. അപ്പൊ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങള് കറക്റ്റ് ആയിട്ട് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് മനസ്സിലാവും. ഉത്തരവാദിത്തത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. അതങ്ങനെ ഉണ്ടായിരിക്കേണ്ടത് അങ്ങയുടെ കടമയാണ്. ഒബ്ലൈഡ് ടു ഹാവ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇനി വരുന്നത് മാനേജ്മെന്റിന്റെ കാര്യമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ഡ്യൂട്ടി ഉള്ളൂ. എന്താ? ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഫോർ എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റിന്റെ കാര്യം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്താ പറഞ്ഞേ? മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ. അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. എന്തിനാ? ഫോർ പോളിസീസ് ഫോർ കീപ്പിംഗ് എ സേഫ് ഹോസ്പിറ്റൽ, physical facilities and services must ensure building conforms to regional bylaws, safety regulations, sanitation arrangement. Hospitals, being an inevitable part of the social system, are subject to all laws of the land. ഇത്രയും കാര്യങ്ങളില് നമ്മുടെ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് തുടങ്ങി നോക്കാം. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് എന്തെല്ലാം കാര്യത്തിലാ ഉത്തരവാദിത്തം? നമുക്ക് ഒന്ന് തുടങ്ങി നോക്കാം. എന്താ? 4 പോളിസീസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഉണ്ടായിരിക്കേണ്ടത്. എന്താ? ഫസ്റ്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി 4 പോളിസിയില് ഫോർ കീപ്പിംഗ് എ സേഫ് ഹോസ്പിറ്റൽ. ഫസ്റ്റ് തന്നെ വേണ്ടത് ഹോസ്പിറ്റൽ നല്ല സേഫ് ആയിരിക്കുക, സുരക്ഷിതത്വം, നല്ല ഒരു സേഫ് ആയ ഹോസ്പിറ്റൽ ആയിരിക്കണം, അല്ലേ? ഇപ്പൊ എങ്ങനെ സേഫ് ആയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായിരിക്കണം? ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോയ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകുമോ? നമ്മളൊരു പേഷ്യന്റിനെ കൊണ്ടുപോയി, ആ പേഷ്യന്റ് ഒരു ഇടി മഴയും കാറ്റൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റല് തകർന്നടിഞ്ഞ് നമ്മുടെ മേത്തേക്ക് വീണ്, അല്ലെ? അതും പാട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ
ചെമ്മരി വീണ് ഇന്നാൾ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തം നമ്മുടെ മാനേജ്മെന്റിനായിരിക്കണം, ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്. അപ്പൊ അവര് ആ ഹോസ്പിറ്റലിന്റെ സേഫ്, ഹോസ്പിറ്റലിന്റെ സംരക്ഷണം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് സുരക്ഷിതമായ ഹോസ്പിറ്റല് വേണം, അതാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്താ? ഫിസിക്കൽ ഫെസിലിറ്റീസ്, അവിടെ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റലിൽ വന്നു, കാഷ്വാലിറ്റിയിൽ വന്നു. കാഷ്വാലിറ്റി വന്നപ്പോഴാണ് അവിടെ അറിയണേ അവിടെ കാഷ്വാലിറ്റി കിടക്കാൻ ബെഡില്ല, പേഷ്യന്റിന് ഇടാൻ ഡ്രിപ്പിടാൻ ഡ്രിപ്പുകളില്ല, മരുന്നുകളില്ല, ഒന്നുമില്ല. ഒരു ഹോസ്പിറ്റൽ ആണെന്ന് പേര് മാത്രം. അങ്ങനെ പാടില്ല. അത് ആരുടെ ഉത്തരവാദിത്തപൂർവ്വം? മാനേജ്മെന്റിന്റെ. അപ്പൊ മാനേജ്മെന്റ് അത് നോക്കണം. ഒരു കാഷ്വാലിറ്റിയിൽ വേണ്ട സാധനങ്ങൾ അവിടെ ഉണ്ടോ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ട സാധനങ്ങൾ ഉണ്ടോ? അവിടെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടോ? ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസിൽ നിന്ന് ഒരു പേഷ്യന്റ് വന്നാൽ അതിന് ഇറക്കാൻ സ്ട്രക്ചർ ഉണ്ടോ, ആംബുലൻസ് ഉണ്ടോ എന്നുള്ള അവിടെ ഫെസിലിറ്റി, എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടോ ഒരു ഹോസ്പിറ്റലില്, അതെല്ലാം അവിടെ ഉണ്ടോ എന്ന് ഉത്തരവാദിത്തത്തോടുകൂടി ഹോസ്പിറ്റൽ മാനേജർ നോക്കണം. ഓക്കെ. മൂന്നാമത് പറയണത് എന്താ? അവിടുത്തെ സർവീസ്, അവിടുത്തെ സേവനം. അവിടുത്തെ എങ്ങനെയായിരിക്കണം? നല്ല സേവനം കിട്ടുന്നുണ്ടോ ഹോസ്പിറ്റലില്? അയാൾ കുറെ നാളെ ഹോസ്പിറ്റലിന്റെ മാനേജറാണ്, എന്നാ ഹോസ്പിറ്റലിൽ നല്ല സേവനമൊന്നുമില്ല, അതും പറ്റില്ല, അതും നമ്മൾ നോക്കണം. നെക്സ്റ്റ് എന്താ? മസ്റ്റ് എൻഷുർ ബിൽഡിംഗ് കൺഫോം ടു റീജിയണൽ ബൈലോസ്. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ഈ സേവനം നോക്കണം, പിന്നെ ഇവ നിലനിർത്താനുള്ള മാനേജ്മെന്റ് ആണ് ഇതിന്റെ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ ഈ ബിൽഡിംഗ്, ബിൽഡിങ്ങിന്റെ നിയമങ്ങള്, കെട്ടിട ബിൽഡിങ്ങിന് ഒരുപാട് നിയമങ്ങളുണ്ട്, അതാണ് ഉറപ്പുവരുത്തണം. എൻഷുർ ബിൽഡിങ്ങിന്റെ ബൈലോസ്, നിയമങ്ങള്, പിന്നെ സേഫ്റ്റി റെഗുലേഷൻസ്, അതിന്റെ ചട്ടങ്ങള്, നിയമങ്ങള്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞൂലേ ലീഗൽ ആസ്പെക്ട്സിന്റെ കുറച്ച് കാര്യങ്ങള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ അവിടുത്തെ ചട്ടങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ ശുചിത്വ ക്രമീകരണം, അതിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്. ഒരു ഹോസ്പിറ്റലിൽ ആദ്യം വേണ്ടത് എന്താ? ഒരു ക്ലീനിങ് ആണ്, വൃത്തിയാണ് വേണ്ടത്. അതുണ്ടോന്ന് നമ്മൾ ആര് നോക്കണം? ഡോക്ടറാണോ വന്ന് നോക്കണ്ടേ? നഴ്സാണോ നോക്കണ്ടേ? അല്ല, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വന്ന് ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ വൃത്തിയായിട്ടുണ്ടോ എന്ന് നോക്കണം. അതാണ് ഡ്യൂട്ടിയാ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ. സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്. പിന്നെ ബീങ് ആൻ ഇൻവിറ്റബിൾ പാർട്ട് ഓഫ് സോഷ്യൽ സിസ്റ്റം. ഇത് ഈ ശുചിത്വ ക്രമീകരണങ്ങളൊക്കെ നമ്മൾ നോക്കി, എന്നിട്ട് ഇതൊക്കെ കറക്റ്റ് ലെവലിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലും സാമൂഹ്യ വ്യവസ്ഥ അനിവാര്യമായ ഘടകമായതിനാൽ ഈ ഹോസ്പിറ്റല് സമൂഹത്തിന്റെ ഒരു ഭാഗമല്ലേ? ഈസ് എ പാർട്ട് ഓഫ് സോഷ്യൽ. സോഷ്യൽ എന്താ? സമൂഹത്തിലെ നമ്മളെല്ലാവരെയും ആ ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റല്. അതുകൊണ്ട് തന്നെ ആ സബ്ജക്ട് ടു ഓൾ ലോസ് ഓഫ് ദ ലാൻഡ്. എന്താ? ഈ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിക്കണം. ഹോസ്പിറ്റലിൽ സമൂഹത്തിന്റെ ഒരു ഭാഗമായത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ കാര്യങ്ങള്, ഭൗതിക സൗകര്യങ്ങള്, പിന്നെ സാനിറ്റേഷന്, പിന്നെ ബിൽഡിങ്ങുകള് കെട്ടിപ്പടുക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങളുടെ കറക്റ്റ് റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ഏറ്റെടുക്കണം. ഇതൊരു ഇന്ത്യയുടെ അതിന്റെ ഒരു കടമയാണ്. രാജ്യത്തെ എല്ലാ നിയമങ്ങൾക്കും വിധേയമാണ് ഈ ഹോസ്പിറ്റലും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളില് റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് കാണിക്കണം. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ഓക്കേണോ? അത്രയും കാര്യം ഓക്കേണോ? ജംഷീന, അഷ്റഫ്, ജംഷീന. ഓക്കെ, ഞാൻ ജംഷീനാമനെ മാത്രം വിളിക്കണം വെച്ചാ കഴിഞ്ഞ പോയിന്റ് ജംഷീനയാണ് വീണ്ടും പറയാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കണേ. ഇനി മറ്റുള്ളവരെ പേര് വിളിക്കാത്തോണ്ട് ആർക്കും വിഷമം തോന്നരുത്. എനിക്ക് നിങ്ങളുടെ പേര് മാത്രം ഇവിടെ കാണുള്ളൂ. ആ പേര് തന്നെ നിങ്ങളാവണമെന്നില്ല അല്ലെ? കാരുണ്യയുടെ പേര് കറക്റ്റ് കാരുണ്യ തന്നെയാണോ? കാരുണ്യയുടെ പേര് കറക്റ്റ് എന്താ? യെസ്, കാരുണ്യാണ്. അനാമിക തന്നെയാണ്. എനിക്ക് കുറച്ച് പേരെ മാത്രമേ ഇതിൽ കാണുള്ളൂ സ്ക്രീനിൽ. നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയെങ്കിൽ നമുക്ക് നേരിട്ട് കാണാമായിരുന്നു. അതങ്ങനെ പറ്റില്ലല്ലോ.
ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിലിന്റെ ഒന്നും പറയണ്ടല്ല. ഇതിലൊരു 2 പോയിന്റ് കറക്റ്റ് പറയണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഒരു നല്ല ഒരു ക്ലിയർ ആയ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ മാനേജ്മെന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. മാനേജ്മെന്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. സേഫ് ഹോസ്പിറ്റലിന്റെ സേഫ്, പിന്നെ അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റീസ്, അവിടുത്തെ സർവീസ് എങ്ങനെയാണ്, പിന്നെ ബിൽഡിംഗ് എങ്ങനെയാണ്, അവിടുത്തെ സേഫ്റ്റി റെഗുലേഷൻസ് എങ്ങനെയാണ്, സാനിറ്റേഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ ഉള്ള കാര്യത്തില് ആർക്കും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം? മാനേജ്മെന്റിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അത്രേ കാര്യം അവിടെ പറയുന്നുള്ളൂ. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയണത് എന്താ? ഹോസ്പിറ്റൽ ഷുഡ് ബി safe from explosive and inflammatory gases, chemicals, machinery, steam damage from slippery floor, etc. എന്ന് വെച്ചാല് ഹോസ്പിറ്റലില് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാവില്ലേ? എല്ലാവരൊക്കെ ബോംബ് വെച്ചിട്ട് നമ്മൾ നിൽക്കുക. നമ്മുടെ ഒരു സിനിമയിലുണ്ടല്ല, CID ന്യൂസിൽ ഹോസ്പിറ്റലില് ബോംബ് വെച്ചെന്നും പറഞ്ഞ് ഇല്ലേ? അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ബോംബ് വെക്കണ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ ഓർത്താ മതി. അപ്പൊ അങ്ങനെയൊക്കെ വെക്കാതെ അത് നമ്മൾ ഉത്തരവാദിത്തോടെ നമ്മൾ നോക്കണം. ഹോസ്പിറ്റലില് ബോംബ് വെക്കണത്, എക്സ്പ്ലോസ്, പിന്നെന്താ ഇൻഫ്ലമേറ്ററി ഗ്യാസസ്, ഗ്യാസ് ചോർച്ച, ഗ്യാസുകളൊക്കെ എങ്ങനെയാണ്? ജ്വലന തീവ്രമായ വാതകങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഇല്ലേ? ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ടിലാണ് കൂടുതൽ സാധനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഗ്യാസ് ലീക്ക് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഉള്ള പിന്നെ ഇൻഫ്ലമേറ്ററി തീവ്രമായ, ഭയങ്കര ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ എന്താ? ഭയങ്കര ജ്വലനമായത്, തീവ്ര, ഭയങ്കര അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഗ്യാസസ്. പിന്നെ കെമിക്കൽസ്, ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ പനിക്ക് വെക്കണ തെർമോമീറ്റർ, ഈ തെർമോമീറ്റർ നമ്മൾ പനിക്ക് നമ്മൾ ആക്സിലും വെക്കും, ഓറലായിട്ട് വായയിലും വെക്കും ഇല്ലേ? കുട്ടികൾക്ക് നമ്മൾ എവിടെ കൊണ്ടുവെക്കും? വായോർത്തെന്നും പറഞ്ഞ് വായയിൽ വെക്കും. വലിയവർക്കോ നമ്മള് ആക്സിലിൽ വെക്കും അല്ലേ? അപ്പൊ ഈ തെർമോമീറ്ററിന്റെ ഉള്ളിൽ എന്താണെന്നറിയോ? എന്താ? മെർക്കുറിയാണ് തെർമോമീറ്ററിന്റെ ഉള്ളില്. ആ മെർക്കുറി ഒന്ന് ഇരുന്ന് പൊട്ടിയാല് എന്തായിരിക്കും? നമ്മൾ വായയിൽ തെർമോമീറ്റർ വെച്ചു, അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാ ഒന്ന് തൊട്ടാ മതി, നമ്മൾ അപ്പം മരിച്ചു അല്ലേ? അത്ര ഭയങ്കര പോയിസണിങ് ആണ് തെർമോമീറ്ററിലുള്ളത്. മെർക്കുറി ഭയങ്കര പൊള്ളലല്ലേ? ഭയങ്കര പൊള്ളല് മാത്രോ? തൊട്ട് അതിനൊന്ന് മണത്താ മതി എന്ന് പറയണേ. അപ്പൊ ഈ സാധനം കറക്റ്റ് അതിനൊരു ടൈം ഉണ്ട്. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെയും ഇപ്പൊ ടച്ചൊക്കെയായ തെർമോമീറ്റർ ഇറങ്ങിയിട്ടുണ്ട്. മുമ്പ് അങ്ങനല്ല. ഇപ്പോഴും അതെന്തോന്ന് അറിയില്ല, പെട്രോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും. ചില്ലിന്റെ തെർമോമീറ്റർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചില്ലിന്റെ തെർമോമീറ്റർ നല്ല വൈറ്റ് കളർ, അത് ഡെറ്റോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് സിസ്റ്റർ കുപ്പിയും കൊണ്ടാ വരാം നമ്മുടെ അടുത്തേക്ക്. എന്നിട്ട് നമ്മളോട് വായ വെക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വായിൽ വെക്കും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ 1 മിനിറ്റാ നമ്മളോട് വായ വെക്കാൻ പറഞ്ഞുള്ളൂ. ചിലപ്പോ സിസ്റ്റർ മറന്നൊക്കെ പോയി നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലും ചിലപ്പോ അത് പൊട്ടും, അപ്പൊ മരിച്ചൂലേ? അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഹോസ്പിറ്റലില് നമ്മൾ സേഫ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിനെ സംരക്ഷിക്കേണ്ടത്, അതിൽ നിന്നൊക്കെ സംരക്ഷിക്കണം. പിന്നെ മെഷീനറി, പലതരത്തില് മെഷീനറി ഉണ്ട് ഇല്ലേ? ഇപ്പൊ മെഷീനറി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതാ? നെബുലൈസേഷൻ. അതൊരു ചെറിയ മെഷീൻ അല്ലേ? കുട്ടികൾക്ക് ശ്വാസം മുട്ട്, കഫക്കെട്ടൊക്കെ വരുമ്പോ നമ്മൾ ഓടി അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും, എന്നിട്ട് നെബുലൈസ് ചെയ്യിപ്പിക്കും അല്ലെ? ഈ നെബുലൈസ് ചെയ്തത് എങ്ങനെ? അതിലോട്ട് അവരൊരു മരുന്നുണ്ട്, അല്ലെങ്കിൽ അസ്താലി അങ്ങനെ എന്തെങ്കിലും ഒരു മരുന്നെടുത്ത് ഇതിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ നെബുലൈസ് ചെയ്യണത്. ആ സമയത്ത് കറക്റ്റ് നെബുലൈസ് ചെയ്യുമ്പോ മരുന്ന് തീർന്ന് കഴിയുമ്പോ കറക്റ്റ് ആ മെഷീൻ ഓഫ് ചെയ്യണം. അത് ഓഫ് ചെയ്തില്ലെങ്കിലോ? കറണ്ടില് ഓക്കെ, അത് ഓഫ് ചെയ്തില്ലെങ്കിൽ മരുന്ന് തീർന്ന് വെറുതെ കിടന്ന് അതിന്റെ ഉള്ളിൽ ആ മെഷീന്റെ വെറുതെ വർക്ക് ചെയ്ത് അതിന്റെ ഉള്ള ഇത് സാധനങ്ങള് കൊച്ചിന്റെ വായ വെക്കും, ശ്വാസം എല്ലാരും ശരീരത്തില് സ്പ്രെഡ് ആവും അല്ലെ? അപ്പൊ അതിനും ഒരു സമയമുണ്ട്. നമ്മൾ ഒരു തുള്ളി അസ്താലിന് ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു തുള്ളി അസ്താലിന്റെ കൂടെ ഡൈല്യൂട്ട് ചെയ്യും മിനറൽ വാട്ടർ, മറ്റേ ഡിസ്റ്റിൽഡ് വാട്ടർ ചെറിയ ഇതിലുണ്ടാവും, അതും കൂടി പൊട്ടിച്ചിട്ടാണ് ഈ അസ്താലിന്റെ കപ്പിൽ ഒഴിക്കണത്, NS. ഓക്കെ, അപ്പൊ ഇതും കൂടി ഇങ്ങനെ ഒഴിക്കുമ്പോ നെബുലൈസ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ അങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ എന്താ? കുട്ടിക്ക് നല്ലൊരു ആശ്വാസവും, മൂക്കിന്റെ നമ്മുടെ ഇവിടെ ഒക്കെ ശുശ്രൊക്കെ തുറക്കും
അല്ലെ? കക്ക അടങ്ങിയിരിക്കും, അതൊക്കെ തോന്നുന്ന ഒരു ആശ്വാസം കിട്ടും. പക്ഷെ അത് തീർന്ന് കഴിഞ്ഞ് പോയാൽ അതിന്റെ സൗണ്ട് മാറും. നമ്മൾ ശ്രദ്ധിക്കും, ചിലപ്പോ ഈ നെബുലൈസിന്റെ സൗണ്ട് പെട്ടെന്ന് മാറും. അപ്പൊ അത് നമ്മൾ നോക്കണം. പിന്നെ സ്റ്റീം ഡാമേജ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോ സ്റ്റീം ചെയ്യുന്ന സാധനങ്ങളുണ്ട്. കോട്ടൺ എങ്ങനെ ഉണ്ടാക്കണെന്നറിയോ? കോട്ടൺ നമ്മൾ വിചാരിച്ച് ഈ കോട്ടൺസ് ഒക്കെ നമ്മുടെ കൈയൊക്കെ മുറിയുമ്പോൾ ഒരു കുഞ്ഞ് ബോളാക്കിയൊരു കോട്ടൺ കൊണ്ടുവരും. അത് സിസ്റ്റർമാര് രാത്രി ഫ്രീ ആവണ സമയത്ത് ഓട്ടോക്ലേവ് ചെയ്യും. അതെങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണം. അത് സിസ്റ്റർമാര് എന്ത് ചെയ്യാന്നറിയോ? സിസ്റ്റർമാര് അത് ഫ്രീ ആവുന്ന സമയത്ത് വലിയ കോട്ടന്റെ ബോളായിരിക്കും. അത് കൊണ്ടുവന്ന് പതുക്കെ അവർ സംസാരിച്ച് ചുരുട്ടി ചെറിയ ബോളാക്കിയിട്ട് ഒരു ബിന്നുണ്ട്, ഇത്രയുള്ള ബിന്ന്, ആ ബിന്നിലിട്ട് വെക്കും. പിന്നെ അവര് കോട്ടന്റെ പാഡൊക്കെ ഉണ്ടാക്കും. പാഡ്, കൈകാല് മുറിഞ്ഞാലൊക്കെ ഒരു പാഡ് വെച്ചാൽ മതി. ആ പാഡ് വെക്കണമെങ്കിൽ നേരെ കോട്ടൺ വെക്കും, അതിന്റെ മുകളിൽ വേറൊരു ക്ലോത്ത് വെക്കും. പിന്നെ അങ്ങനെ വെച്ച് അതും ഈ സ്റ്റീമിൽ കൊണ്ട് ഈ ഒരു പിന്നിൽ വെക്കും. ഈ പിന്ന് നിറഞ്ഞു കഴിയുമ്പോ ഇവരത് പൊക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലും. തിയേറ്ററിലാണ് ഇത് മുഴുവനും ഇതിന്റെ മെഷീനറി ഇരിക്കുന്നത്. തിയേറ്ററിൽ കൊണ്ടുവന്ന് ഇതെന്ത് ചെയ്യും? സ്റ്റീം ചെയ്യും. അപ്പൊ അവിടെ കിടന്ന് അത് സ്റ്റെറിലൈസ് ആവും. നമ്മളുടെ കൈ കൊണ്ട് കോട്ടൺ നമ്മൾ കൈകൊണ്ട് നമ്മൾ ചുരുട്ടിയതിലിട്ട് പിന്നെ ഇത് നമ്മൾ കൈ കൊണ്ട് തൊടൂല. സ്റ്റെറിലൈസ് സ്റ്റീം ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ കോട്ടൺ എടുക്കണത് ഒരു ആർട്ടറി കൊണ്ടായിരിക്കും നമ്മൾ ആ കോട്ടൺ എടുക്കണത്. പിന്നെ നമ്മൾ കൈ തൊടില്ല, കാരണം നമ്മുടെ കൈക്കിൽ അടുക്കളല്ലേ സ്റ്റെറിലൈസ് ചെയ്ത സാധനം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ എന്തെങ്കിലും അപകടം വരാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ? സ്ലിപ്പറി ഫ്ലോർ. ഹോസ്പിറ്റൽ എങ്ങനെ? ഒരു 10 നില, 11 നില, 12 നില, അങ്ങനെ ഒരുപാട് നിലകളായിരിക്കും ഹോസ്പിറ്റലിൽ. നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴാ പെട്ടെന്ന് സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെ? ഓക്കെ, പിന്നെങ്ങനെ? അപ്പൊ അവിടെ സ്ലിപ്പ് ആവാതിരിക്കാം. വഴുവഴുപ്പ്, ഹോസ്പിറ്റലിലുള്ള ആ ഫ്ലോറില് വഴുവഴുപ്പ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ സേഫ് ചെയ്യണം. ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഹോസ്പിറ്റലുകാർക്ക്, അല്ലെ? ഇപ്പൊ ടൈലൊക്കെ ആണെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കൂടി വീണാൽ നമ്മൾ കാണൂല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ക്ലീനേഴ്സ് വന്നുകൊണ്ട് വലിയ ഹോസ്പിറ്റലിൽ നമ്മൾ നിക്കലേ മെഷീൻ കൊണ്ടായിരിക്കും തുടക്കണത്. ലുലുവിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ഇപ്പൊ വലിയ ഹോസ്പിറ്റലിലും ഉണ്ട്. ഒരു വലിയ മെഷീൻ വരും, അത് ഇങ്ങനെ തന്നെ നീങ്ങി വരും. മുമ്പ് ഒരു ചേച്ചി ഒരു ഇതും കൊണ്ടുപോകും, അതിന്റെ പുറകെ അടുത്ത ചേച്ചി, അല്ലേ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മെഷീനറി ആയിട്ടൊക്കെ ചെയ്യണേ. ഒരു ഹിന്ദിക്കാർ ആരെങ്കിലും പിടിച്ചു കൊടുക്കും ആ മെഷീൻ, അവരിങ്ങനെ തള്ളി പോകും. അപ്പൊ തുടച്ചു പോവാണ്. എന്താ, ഒത്തിരി വെള്ളം വന്നാല് ചില്ല് പോലെ കിടക്കണേ, കുട്ടികളൊക്കെ ഇങ്ങനെ തെറിച്ചു പോകും, സ്ലിപ്പ് പോകും, ഇല്ലേ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് ഫ്ലോറുകളിൽ സ്ലിപ്പ് ആവാണ്ടും ഇൻഫ്ലമേറ്ററി ഗ്യാസ് ലീക്ക് ആവാണ്ടും സ്റ്റീം ഡാമേജ് ആവാണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഷുഡ് ബി സേഫ് ഫ്രം. നമ്മൾ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഹോസ്പിറ്റലിനുണ്ട്. അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ പാഠം ഇവിടെ എടുത്ത് തീർന്നു. പാഠം തീർന്നിട്ടില്ല, ഇന്ന് ഇത്ര എടുത്താൽ മതി. കാരണം രാവിലെ ഒരുപാട് എഫേർട്ട് എടുത്താണ് ഞാൻ ഈ പാഠം പഠിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. രാവിലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ എടുത്തേ, പക്ഷെ കുറെ പേർക്ക് കൺഫ്യൂഷൻ വന്നു. പിന്നെ അത് മനസ്സിലാക്കി കൊടുത്തു വന്നപ്പോഴേക്കും എന്റെ പാഠം ഇത്രയും തീർന്നുള്ളൂ. നിങ്ങളെ മനസ്സിലാക്കി തരാണ്ട് വെറുതെ എടുത്തു പോയിട്ട് കാര്യമില്ലല്ല, പാഠം തീരൂല. എന്നാലും അപ്പൊ ഇന്നത്തെ രാവിലത്തെ ക്ലാസ്സിൽ കുറെ ലാഗ് ചെയ്തിട്ടുണ്ട്. ലാഗ് ചെയ്തെന്ന് വെച്ചാൽ യൂട്യൂബ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. കുറെ ലാഗ് ചെയ്ത് റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണുന്നവര് എന്നെ രാകും. എന്നിട്ട് എന്നോട് അവര് പറയും ഫുൾ കംപ്ലൈന്റ് ആയിരിക്കും, മനസ്സിലാവണില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാ? മനസ്സിലാവായികയെ, സ്പീഡ് കൂടുതലാ, ഞാൻ പറയണത് സംസാരിക്കുന്നത് വേറൊരു ലാംഗ്വേജ് മനസ്സിലാവണില്ല, ആ സ്ലാങ് ടീച്ചറെ സ്ലാങ് വ്യത്യാസമുണ്ട് എന്നൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളവരാരെങ്കിലും ഉണ്ടാ? ഇല്ല, ആർക്കില്ല. മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇങ്ങനെയൊക്കെ മെസ്സേജ് ഇടുമ്പോ നല്ല ഒരു ഇതുണ്ട്. പക്ഷെ കംപ്ലൈന്റ് വരുമ്പോഴാണ് ഒരു വിഷമം വരുന്നത്. ഏത് ആരെയും ഇപ്പൊ നമ്മള് എന്താ നമുക്ക് മനസ്സിലാവാത്തത് നമ്മൾ അറിയണില്ല. അതാണ്. ഓക്കെ, താങ്ക് യു. വെക്കേഷൻ